സ്നേഹമുള്ളവരെ, ലോകത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തമാണ് മാർക്കോണിയുടെ റേഡിയോ. വൈദ്യുത തരംഗങ്ങൾ വഴി ആയിരങ്ങളിലേക്ക് ലക്ഷങ്ങളിലേക്ക് ഈ സന്ദേശം എത്തുന്നു. എല്ലാവർക്കും ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കുന്നു. കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഈസി ആയിട്ട് വരുന്ന ഒരു കാലഘട്ടം. ലോകത്ത് ഇതിനെ പല ആൾക്കാരും വലിയ സ്നേഹത്തോടെ, താല്പര്യത്തോടെ, അത്ഭുതമെന്ന് പറഞ്ഞതിനെ കൈനീട്ടി സ്വീകരിച്ചു. എന്നാൽ ചില രാജ്യങ്ങളിലെ ഏതാനും വ്യക്തികൾ ഇതിനെ എതിർത്തു. കാരണം എന്താ? ഇങ്ങനെ വരുന്ന വൈദ്യുത തരംഗങ്ങളൊക്കെ തങ്ങളുടെ ശരീരത്തിനെ ബാധിക്കും. പ്രത്യേകിച്ച് ഉറക്കക്കുറവിന്, ഉറക്കമില്ലായ്മയ്ക്ക് ഈ തരംഗങ്ങളൊക്കെ ബാധിക്കുമെന്ന് അവർ വാദിച്ചു. പിന്നെ അവരുടെ വാദം എങ്ങനെയാണ്? പല ആൾക്കാർക്കും ഈ കാലഘട്ടങ്ങൾക്ക് ശേഷം നന്നായിട്ട് ഉറങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഈ റേഡിയോയുടെ കണ്ടുപിടുത്തമാണ്. ഈ യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടെ വൈദ്യുത തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. അതുമൂലം ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല, ഉറക്കം നഷ്ടപ്പെടുന്നു എന്നുള്ള മുറവിളികളൊക്കെ ഉയർന്നു. ഒരു ജർമ്മൻകാരൻ ഈ മാർക്കോണിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുവാനായിട്ട് ഇംഗ്ലണ്ടിലേക്ക് ഫ്ലൈറ്റ് കയറി. ഇംഗ്ലണ്ടിൽ ആ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തോക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ. തോക്കടക്കം അദ്ദേഹത്തെ പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും പിന്നീട് തിരിച്ച് തൻ്റെ രാജ്യത്തേക്ക് വിടുകയും ചെയ്തത് ചരിത്രത്തിൻ്റെ ഏടുകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? അതായത് ഒരു മിഥ്യാധാരണ ജനങ്ങളുടെ ലോകത്തിൻ്റെ ഇടയിൽ പരന്നു. കാരണം എന്താ? ഈ റേഡിയോ തരംഗങ്ങളാണ് ഈ ഉറക്കക്കുറവിന് കാരണമാക്കുന്ന എന്ന മിഥ്യാധാരണ ഉണർന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സ്നേഹമുള്ളവരെ, എന്നാൽ നമുക്കറിയാലോ, ഉറക്കക്കുറവിൻ്റെ കാരണങ്ങൾ മറ്റു പല കാരണങ്ങളാണ്. ഇപ്പോഴത്തെ കാലങ്ങളിൽ ഈ റേഡിയോ തരംഗങ്ങൾ മാത്രമല്ല, മറ്റു പലതരത്തിലുള്ള തരംഗങ്ങളും ഈ അന്തരീക്ഷത്തിലൂടെ വരുന്നുണ്ട്. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കുറെ കഴിഞ്ഞപ്പോൾ ചരിത്രം തന്നെ അത് സാക്ഷ്യപ്പെടുത്തി, ഇതൊന്നും കൊണ്ടല്ല ജനങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടാകുന്നത് എന്ന്. കാരണം എന്താ? ഓരോ വ്യക്തികൾക്കും അവരുടേതായ സ്ട്രെസ് ഉണ്ട്, അസ്വസ്ഥതയുണ്ട്, വർക്ക് പ്രഷറുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളുണ്ട്. അങ്ങനെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനവന് ഓരോ റീസണുണ്ട്, അവനവൻ്റെതായിട്ടുള്ള ശരീരത്തിലെ പ്രത്യേകതകൾക്കൊക്കെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ മിഥ്യാധാരണയാണ് കുറേ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കും, ഈ പ്രശ്നത്തിൻ്റെ എല്ലാ കാരണങ്ങളും ഇവൻ മൂലമാണ്, ഇവൾ മൂലമാണ്, അല്ലെങ്കിൽ ആ സാഹചര്യം മൂലമാണ് ഞാനിങ്ങനെ ആയിത്തീർന്നതെന്ന് ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുമായിരിക്കാം. നമുക്കറിയാലോ, കായേൻ ബലിയർപ്പിച്ചു ദൈവത്തിന്. കായേന്റെ ബലി സ്വീകാര്യമായില്ല, ആബേലിന്റെ ബലി സ്വീകാര്യമായിട്ട് വന്നു. എന്നാൽ കായേൻ അതെന്തുകൊണ്ടാണ് തൻ്റെ ബലി സ്വീകാര്യമാകാത്തത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ല, തന്നെക്കുറിച്ച് ചിന്തിച്ചില്ല, എന്തുകൊണ്ട് സ്വീകാര്യമായില്ല എന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. മറിച്ച് ആബേലാണ് പ്രശ്നം, ആബേൽ മൂലമാണ് എൻ്റെ ബലി ദൈവം സ്വീകരിക്കാത്തത് എന്ന ചിന്ത വെച്ചു പുലർത്തി വെറുപ്പിലൂടെ അത് വളർന്നു വന്ന് കൊലപാതകത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. വീണ്ടും ബൈബിളിൻ്റെ ഏടുകളിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, അഭിഷേകത്തോടെ വന്ന ഒരു വ്യക്തി സൗൽ. എന്നാൽ അനുസരണക്കേട് നിമിത്തം ദൈവത്തിൻ്റെ വരപ്രസാദമെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ തൻ്റെ എല്ലാ പരാജയങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും ഒക്കെ കാരണമെന്ന് പറയുന്നത് ദാവീദ് എന്ന് പറയുന്ന ഒരാളാണ്, ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്ന സൗളിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ സാവൂളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് തയ്യാറാകുന്നില്ല, മറിച്ച് ദാവീദിനെ പഴിചാരുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രവണതയാണ് കാണുവാൻ സാധിക്കുക. ഇനി
ആദം ഹൗവ അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? കുറ്റപ്പെടുത്തലുകൾ ഹൗവ മൂലം സംഭവിച്ചു, സർപ്പം മൂലം സംഭവിച്ചു. അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാനോ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനോ അവർക്കും സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെയൊക്കെ പരാജയങ്ങളുടെ കാരണം മറ്റു വ്യക്തികളും അതോടൊപ്പം തന്നെ സാഹചര്യങ്ങളുമാണെന്ന് കണ്ടെത്തുന്നവർ അവരുടെ ജീവിതത്തിൽ അവർ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ ജീവിതങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് സാധിക്കുന്നില്ല. ജീവിതത്തിൽ എൻ്റെ പരാജയത്തിൻ്റെ കാരണവും എല്ലാ കാര്യവും എന്നിൽ തന്നെയാണ് എന്ന് ചിന്തിക്കുന്നവർക്ക്, അതിനെ ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കുന്നവർക്ക് മാത്രമേ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ തത്വം ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മൾക്ക് പ്രയോഗിക്കാം. എന്നാൽ മാനസിക വൈകല്യമുള്ള വ്യക്തികളുടെ ഇടയിൽ അവർ മൂലമുണ്ടാകുന്ന വേദനകൾ, പ്രത്യേകിച്ച് ജീവിത പങ്കാളികൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന താളപ്പിഴകൾ, നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ NPD പോലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അതുമൂലം ഭാര്യയ്ക്കോ ഭർത്താവിനോ ഭാര്യയ്ക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വേദനകളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതൊരു എക്സെപ്ഷൻ മാത്രമാണ്. കാരണം എന്താ? ചിലപ്പം ഇങ്ങനെയുള്ള സ്വഭാവപ്രകൃതമുള്ളവർ സോ നൈസായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ പെരുമാറും, എന്നാൽ അവരുടെ ജീവിതങ്ങളിൽ മാത്രം ഒരു വേറെ രീതിയിൽ പെരുമാറുന്ന ഒരു സ്ഥിതിവിശേഷം. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ചിലത് മാത്രമാണ് ഒഴികഴിവുള്ളത്. എന്നാൽ ജീവിതത്തിൽ തകർച്ചകളുണ്ട്, പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. ഈ സാഹചര്യങ്ങളെയൊക്കെ എങ്ങനെ നേരിടുവാനായിട്ട്, എന്നിൽ എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണോ ഞാൻ തകർന്നടിഞ്ഞു പോയത്? ഞാനൊരു ബിസിനസ് ആരംഭിച്ചു, എൻ്റെ ബിസിനസ് തകർന്നടിഞ്ഞു, അത് എന്നിൽ എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണോ? അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല മേഖലകളിലും തുടർച്ചയായിട്ട് ഞാൻ പരാജയപ്പെടുന്നു, അതിൽ എന്നിൽ എന്തെങ്കിലും കുറവുകളുണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കുവാണെങ്കിൽ അവിടെ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ്, വിജയം സാധ്യമാണ്. കൃപ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അഭിഷേകം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ബാഹ്യ കാരണങ്ങൾ കൊണ്ട് നമ്മിൽ അസ്വസ്ഥതകളും നെടുവീർപ്പുകളും ഉണ്ടാകാം. സാവൂളിന്റെ മുൻപിൽ ജേതാവായ ദാവീദ് അബ്സലോമിന്റെ മുൻപിൽ പരാജിതനായി തളർന്നുപോയി. എന്നാൽ ഈ ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? അവൻ വിജയിക്കുവാനായിട്ട് ശ്രമിച്ചില്ല. അബ്സലോമിന്റെ മുൻപിൽ അവൻ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ ദാവീദ് അവനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരേണ്ട ചില മേഖലകളൊക്കെ ദാവീദിന് മനസ്സിലായി ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, ഈ ഒരു മനോഭാവമാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാവേണ്ടത്. ഇനി യൂദാസിന്റെ തകർച്ചയുടെ കാരണത്തെക്കുറിച്ച് നമുക്ക് അറിയാം. യൂദാസിന്റെ തകർച്ചയുടെ കാരണം സാൻഹെദ്രിൻ സംഘമോ അല്ലെങ്കിൽ 30 വെള്ളി നാണയമോ ഒന്നും അല്ല. മറിച്ച് അവൻ്റെ തകർച്ച ആരംഭിക്കുന്നത് അവൻ്റെ ഉള്ളിൽ നിന്നാണ്. അവൻ്റെ ഉള്ളിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ധനത്തോടുള്ള അമിതമായ ഒരു ആസക്തി, ഒരു ഭ്രമം ഈ യൂദാസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിങ്ങനെ പതുക്കെ പതുക്കെ വളർന്നു വന്ന് അങ്ങേയറ്റം എത്തിയപ്പോൾ ബന്ധങ്ങളൊന്നും മനസ്സിലാക്കാനോ കൂടെ നിൽക്കുന്ന ഗുരുവിനെ മനസ്സിലാക്കാനോ ഒന്ന് ക്രിയാത്മകമായി ചിന്തിക്കുവാനോ യൂദാസിന് സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ചുരുക്കത്തില് പല തകർച്ചകളുടെയും കാരണങ്ങൾ ആരംഭിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നാണ്. ഈ ദിവസങ്ങളിൽ വളരെ പ്രത്യേകമായിട്ട് നമ്മിൽ പലരും പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും പുണ്യങ്ങൾ അഭ്യസിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ചിലരൊക്കെ തീർത്ഥയാത്രകൾക്ക് വേണ്ടി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാറ്റൂര് മല പോലെയുള്ള മലകൾ കയറിയിറങ്ങുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. എല്ലാം നല്ല കാര്യമാണ്. എന്നാൽ സ്നേഹമുള്ളവരെ, നിശബ്ദതയിൽ നമുക്കൊന്നായിരിക്കുവാനായിട്ട് ശ്രമിക്കണം. നിശബ്ദതയിൽ നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം, എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടോ കോട്ടങ്ങളുണ്ടോ എന്ന്. നേട്ടങ്ങൾക്കൊക്കെ നന്ദി പറയാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാവണം. എന്നാൽ കോട്ടങ്ങളുള്ളപ്പോൾ, പരാജയങ്ങളുള്ളപ്പോൾ അതിൻ്റെ റീസൺ,
നമുക്ക് തന്നെ ഒന്ന് കണ്ടുപിടിക്കുവാനായിട്ട്. ഇനി അത് കണ്ടുപിടിച്ചു കഴിയുമ്പം ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണം. കാരണം വചനം പറയുന്നുണ്ടല്ലോ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന്. അങ്ങനെയൊരു ആശ്രയ മനോഭാവം നമുക്കുണ്ടാവണം. എനിക്ക് ഒരു ടീനേജറിനെ പരിചയമുണ്ട്. അവൻ്റെ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളും നൊമ്പരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ പലപ്പോഴും സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു അന്തരീക്ഷത്തിലൂടെ അവൻ ജനിച്ചു വളർന്നു. പിന്നെ അവനെക്കുറിച്ച് തന്നെ ഒരു അപകർഷത ബോധമായിരുന്നു. എനിക്ക് ആകാര ഭംഗിയില്ല, ഷേപ്പില്ല, കളറില്ല, ഒക്കവില്ല, സംസാര പാഠവുമില്ല. അവനെക്കുറിച്ച് തന്നെ നൂറുകൂട്ടം പരാതികളും പദം പറച്ചിലുകളും മാത്രമാണ്. എന്നാൽ അവൻ്റെ പ്രിയപ്പെട്ട അമ്മ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവന് പോസിറ്റീവായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുവാനായിട്ട് അവൻ്റെ അമ്മ ശ്രമിക്കുമായിരുന്നു. അവൻ തളരുന്ന നിമിഷങ്ങളിലൊക്കെ അവനെ പതുക്കെ പതുക്കെ നല്ല വാക്കുകൾ കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, സർവോപരി പ്രാർത്ഥന കൊണ്ട് അവനെ ശക്തിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അങ്ങനെ അവൻ പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുത്ത് നല്ല ജോലിയിലേക്കൊക്കെ പ്രവേശിച്ചു. എന്നാൽ അവന് ഒരു പരിധിയിൽ കൂടുതൽ ഒരു ജോലിയിലും പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താ? അവൻ്റെ ചിന്തകൾ, അതായത് ജോലിയിൽ റിസ്ക് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ചലഞ്ചസ് ഉണ്ട്. ഇതൊക്കെ വന്നു കഴിയുമ്പം ഇതിനെയൊക്കെ നേരിട്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഓരോ കാര്യങ്ങളും നേടിയെടുക്കുന്നത്, അതിജീവിക്കുന്നത്. ഇവൻ ഈ സ്ട്രെസ്സൊക്കെ വന്നു കഴിയുമ്പം, അല്ലെങ്കിൽ കൂടെയുള്ളവരുമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കാതെ വന്നു കഴിയുമ്പം അവനിലേക്ക് തന്നെ തിരിയുകയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം മഹിമ ഇതായിരുന്നു, പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയാണ്, മറ്റുള്ളവരെ പോലെ ഒന്നും ഉള്ളൊരു വ്യക്തിയല്ല, എനിക്ക് ആകാര ഭംഗിയില്ല, സംസാര പാഠവുമില്ല. അപ്പോൾ അവനിങ്ങനെ മനസ്സിലിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സ്വരൂപിച്ച് കൂട്ടുകയാണ്. അവനിൽ പല ഗുണങ്ങളുണ്ട്. നമുക്കറിയാലോ, കറുപ്പിനൊരു അഴകുണ്ടെന്ന് പറഞ്ഞതുപോലെ ഓരോന്നിനും ഓരോ അഴകുണ്ട്, ഓരോന്നിനും ഓരോ പ്രസക്തിയുണ്ട്. ദൈവം ഓരോ വ്യക്തികളെയും അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങളെയും അതനുസരിച്ചാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്, സൃഷ്ടിച്ചത്. ഇതൊക്കെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ കാഴ്ചപ്പാടാണ്. കാഴ്ചപ്പാടുകൾ മാറിക്കഴിയുമ്പോൾ ഓരോന്നും മാറിക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും തുലനം ചെയ്യുവാനായിട്ട് അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അടിക്കടി ഉണ്ടാകുന്ന പരാജയം എന്ന് പറയുന്നത് എല്ലാ പരാജയത്തിൻ്റെയും കാരണം റൂട്ട് കോസിലേക്ക് പോവുകയാണ്. അതായത് എൻ്റെ പ്രശ്നം ഇതാണ്, എന്നിലുള്ള കുറവ്, എൻ്റെ കുടുംബത്തിലുള്ള കുറവ് ഇതാണ്. അങ്ങനെ ചിന്തിച്ച് അവൻ ഒരിടത്തും മുമ്പോട്ട് പോകാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ. അവൻ്റെ അമ്മ വലിയ വേദനയോടെ പക്ഷെ പ്രതീക്ഷയോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ അവനെ ഒരു തെറാപ്പിക്ക് പറഞ്ഞയക്കുക ചെയ്യുന്നത്. നമുക്കറിയാലോ, ദൈവിക സംവിധാനങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ അവൻ തെറാപ്പിയിലേക്ക് പോകുന്നു. അവൻ പതുക്കെ അവനെക്കുറിച്ച് ബോധ്യമുള്ളവനായിട്ട്, അവനെ തന്നെ ഒന്ന് കാണുവാനായിട്ട് അവൻ ശ്രമിക്കുക. അങ്ങനെ അവൻ ശ്രമിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൽ പതുക്കെ മാറ്റങ്ങൾ വരികയാണ് ചെയ്യുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പം പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവൻ പതുക്കെ കയറാനായിട്ട് തുടങ്ങി. പല സാഹചര്യങ്ങളെയും അവന് അതിജീവിക്കുവാനായിട്ട് തുടങ്ങി. അവനെക്കുറിച്ചൊന്ന് കാണുവാനായിട്ട് സാധിച്ചു. അവനെക്കുറിച്ചൊന്ന് എക്സാമിൻ ചെയ്യുവാനായിട്ട്, ഏത് രീതിയിലാണ് നിൽക്കുന്നത്, ഇനി എങ്ങനെ പോകണം, അതിനെക്കുറിച്ചൊക്കെ അവൻ പതുക്കെ ചിന്തിച്ചു. അങ്ങനെ ചെറിയ ജോലികളിലൂടെ ഇങ്ങനെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനൊരു പ്രതീക്ഷയുണ്ട്, പതുക്കെ ഞാൻ പഠിച്ചതനുസരിച്ചുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പറ്റും. പക്ഷേ ഈ മനോഭാവം ഒന്ന് മാറണമല്ലോ. അവനെ ഒന്ന് ആ മനോഭാവം മാറുവാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും പ്രാർത്ഥിക്കാം ആ മകന് വേണ്ടിയിട്ട്. സ്നേഹമുള്ളവരെ, ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ്. പല മേഖലയിലും ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമില്ലാതെ വന്നു കഴിയുമ്പോൾ, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, പെർഫെക്റ്റാണ്, എല്ലാത്തിൻ്റെയും കാരണം ജീവിത സാഹചര്യങ്ങളാണ്, അല്ലെങ്കിൽ അവനാണ് അവളാണ്, ആ ചിന്ത മാറ്റിയിട്ട് നമ്മിലേക്കൊന്ന് തിരിഞ്ഞു വരുവാനായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമുള്ള ഒരു ദിവസങ്ങളായിട്ട് മാറും. നമുക്കറിയാലോ, ഒരു രാജാവിൻ്റെ കഥ. അതായത്
ഭയന്ന് ഗുഹയിൽ ഒളിച്ച ഒരു രാജാവ് ചിലന്തി കൂട് കൂട്ടുന്നത് കണ്ടു. ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് ചാടിയാണ് ചിലന്തി കൂട് കൂട്ടുന്നത്. ഈ രാജാവ് ഇങ്ങനെ ശ്രദ്ധിച്ചു. കാരണം എന്താ, സമയമുണ്ടായിരുന്നു ശ്രദ്ധിക്കാനായിട്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമൊക്കെ കിടക്കുക. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഈ ഗുഹയ്ക്ക് പുറത്ത് ശത്രുക്കൾ വരാം. പക്ഷേ മനസ്സ് പെട്ടെന്ന് ആ ചിലന്തിയിലേക്ക് ശ്രദ്ധ പോവുകയാണ്. ഒരു പ്രാവശ്യം അത് വല കൂട്ടാനായിട്ട് അടുത്ത സ്ഥലത്തേക്ക് ചാടി, പക്ഷേ പരാജയപ്പെട്ടു. വീണ്ടും ചാടി, പരാജയപ്പെട്ടു. അങ്ങനെ 6 തവണ ശ്രമിച്ചു നോക്കി അടുത്ത ആ ഒരു കമ്പിലേക്ക് കൂട് കൂട്ടാനായിട്ട്. പക്ഷേ സാധിച്ചില്ല. എന്നാൽ 7ാം പ്രാവശ്യം ചാടി അത് സക്സസ് ആയി വിജയിച്ചു. അദ്ദേഹത്തിന് മനസ്സ് പതുക്കെ അങ്ങ് മാറാൻ തുടങ്ങി. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എന്നിൽ ഒത്തിരി കഴിവുണ്ടല്ലോ, അപ്പോൾ പിന്നെ എനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. ഒരു ജീവി പല പ്രാവശ്യം പരിശ്രമിച്ചു. ഒരു ജീവിയാണ് ചിലന്തി. അത് പല പ്രാവശ്യം പരിശ്രമിച്ചു, തോറ്റുപോയി. പക്ഷേ ജയിച്ചു എന്നൊരു പ്രതീക്ഷയുണ്ട്. വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടിരുന്നു. 7ാം തവണ ജയിച്ചു. അങ്ങനെയെങ്കിൽ ചിതറിപ്പോയ എൻ്റെ സൈന്യങ്ങളെയൊക്കെ ഞാൻ വിളിച്ചു കൂട്ടും. എനിക്കും ശക്തിയുണ്ട്. അതെ, എൻ്റെ ശക്തി അത് എന്നിലുണ്ട്. അയാളത് മനസ്സിലാക്കി. അയാൾ വീണ്ടും യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ശത്രുക്കളെ പരാജയപ്പെടുത്തി അദ്ദേഹം സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ജീവിതം. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ദൈവം ധാരാളം കഴിവുകൾ നൽകിയിട്ടുണ്ട് സഹോദരങ്ങളെ. പലപ്പോഴും സംഭവിക്കുന്ന എന്താ, നമ്മുടെ കഴിവുകളിൽ 10% കഴിവുകൾ പോലും നമ്മൾ ആരും ഉപയോഗിക്കുന്നില്ല. ജീവിതത്തിൽ വിജയിച്ച വ്യക്തികളൊക്കെ ഒരു സുപ്രഭാതത്തിൽ ജേതാക്കളായിട്ട് വരികയല്ല ചെയ്തത്. മറിച്ച് അവരുടെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കുക, അധ്വാനത്തിൻ്റെ ക്ലേശങ്ങളുടെയൊക്കെ ഒരു സമയമുണ്ടായിരുന്നു. പല തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയപ്പെട്ട അവസരങ്ങളിലെല്ലാം വലിയ ശക്തിയോടെ, വലിയ പ്രതീക്ഷയോടുകൂടെ അവർ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ജീവിത വിജയം നേടുവാനായിട്ട് സാധിച്ചത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്. ചില വ്യക്തികൾ, ചില കുടുംബങ്ങളൊക്കെ പറയാറുള്ള കാര്യം ഇതാണ്: അച്ചോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ഏതു നിലയിൽ നിൽക്കേണ്ട ആളാണെന്ന് അച്ഛൻ അറിയാലോ. എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. അപ്പൻ മുഴുവൻ കുടിച്ചു നശിപ്പിച്ചതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എൻ്റെ സിബ്ലിങ്സ്, ആങ്ങളമാർ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എൻ്റെ അമ്മ പ്രോപ്പറായിട്ട് എന്നെ സ്നേഹിച്ചില്ല, പരിഗണിച്ചില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അച്ചോ, വലിയ പ്രതീക്ഷയോടുകൂടിയാ ഒരു വീട്ടിലേക്ക് കയറി ചെന്നത്. അവിടെ അമ്മായിപ്പനും അമ്മായിമ്മയും ഒക്കെ ഇടപെടുന്നു. മനസ്സ് തളർന്നു. അതുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത്. ഇനി എൻ്റെ ചുറ്റുമുള്ള അയൽപക്കക്കാർ, അവരൊന്നും ഒരു സപ്പോർട്ടും ഇല്ലച്ചോ, പിന്നെ ഞാനെങ്ങനെയാ ജീവിതത്തിൽ വിജയിക്കുക? എൻ്റെ ബന്ധുക്കൾ, അവരൊക്കെ വേറെ ലെവലുള്ള ഒരാച്ചാവ. അവരൊന്നിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അവർ മൂലമാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളെയും കുടുംബങ്ങളെയും സാഹചര്യങ്ങളെയും ഒക്കെ പഴി പറഞ്ഞു ജീവിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും വിജയമുണ്ടാവുകയില്ല. മനുഷ്യനാണ്. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. എന്നാൽ അവരിൽ പലരും ജീവിതത്തെ അതിജീവിച്ചവരുണ്ട്. ഒരേ ആംഗിളിൽ മാത്രം ചിന്തിക്കാതെ വ്യത്യസ്തമായ ആംഗിളുകളിൽ ചിന്തിച്ച് ജീവിതത്തിൽ വിജയം വരിച്ചവർ. നമുക്കറിയാലോ, കളിക്കളത്തിൽ തോൽക്കുമ്പോഴും ആ തോറ്റ വ്യക്തികളെ, ടീം അംഗങ്ങളെ കൂടെ ചേർത്ത് നിൽക്കുന്നവനാണ് യഥാർത്ഥ ജേതാവ്. അതെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പം ഇതുപോലുള്ള പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകണം. അവിടെ നമുക്ക് തിക്താനുഭവങ്ങൾ, വീർപ്പ് മുട്ടിപ്പിക്കുന്ന അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാവാം, മുരടിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവാം. എന്നാൽ
പതുക്കെ ഒന്ന് എഴുന്നേൽക്കുവാനായിട്ട് സാധിക്കണം. നമുക്കറിയാലോ, ഈ സിംഹം സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, മനസ്സ് വെച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ ഈ സിംഹം സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത് പോലെ എഴുന്നേൽക്കാനുള്ള ശക്തി, ഒരു കപ്പാസിറ്റി എന്നിലും നിങ്ങളിലുമുണ്ട് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ വലിയ തകർച്ചയും പരാജയവും ഉണ്ടായിട്ടും അതിനെയൊക്കെ അതിജീവിച്ച വ്യക്തികൾ ധാരാളമാണ്. ചില വ്യക്തികൾ പറയാറുണ്ട്, അച്ചോ, ഇവൻ എന്നെ വളർത്തിയില്ല, ഇവൾ എന്നെ വളർത്തിയില്ല, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്തില്ല, അവർ വളർത്തിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ വളർത്തേണ്ടവർ എന്തുകൊണ്ട് വളർത്തിയില്ല? അങ്ങനെ ചിന്തിച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നാൽ ഈ വ്യക്തികളൊക്കെ എങ്ങനെയാ ജീവിതത്തിൽ വിജയിച്ചത്? അവര് അവരുടേതായ പാതയിലൂടെ മുമ്പോട്ട് പോയി. അങ്ങനെ എല്ലാ കാര്യങ്ങളും പടവെട്ടിയാണ് അവർ വിജയം വരിച്ചത്. ഒരുപക്ഷെ അവര് വളർത്തിയില്ലായിരിക്കാം, സങ്കടം ഉണ്ടാവാം, ദേഷ്യം ഉണ്ടാവാം. പക്ഷെ ആലോചിക്കുക, അവർ വളർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. വളരാൻ പുതിയ പാതകൾ വെട്ടിത്തെളിച്ച് മുമ്പോട്ട് പോയി ജീവിതത്തെ നയിക്കുവാൻ നമ്മിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് തിരിച്ചറിയേണ്ടത്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും പ്രായമൊക്കെ ഇത്രയായല്ലോ, അല്ലെങ്കിൽ ജീവിതമൊക്കെ ഇത്രയൊക്കെ മുമ്പോട്ട് പോയല്ലോ, ഇനി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? മനസ്സ് മരവിച്ച് യാന്ത്രികതയിലൂടെ, നിസ്സംഗതയിലൂടെ പോകുന്ന ജീവിതങ്ങൾ ധാരാളമാണ്. പ്രിയപ്പെട്ടവരെ, കുറച്ചു നാളുകൾ മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. നമ്മിലൊക്കെ ഒരു ശക്തിയുണ്ട്. ആ ശക്തി തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമല്ലേ, നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ. അതെ, കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കും. ഈ ദിവസങ്ങളിൽ കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുവാനായി, വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കുവാനായി ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ കേൾക്കുന്ന ഓരോ കുടുംബത്തെയും, വ്യക്തികളെയും, അവരുടെ ദുഃഖങ്ങളും നൊമ്പരങ്ങളും, ജീവിതത്തിൽ ഉയരാൻ സാധിച്ചിട്ടില്ലാത്ത ചിന്തകളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അത്ഭുതമായ ഒരു വിടുതൽ, വലിയ രോഗസൗഖ്യം, വലിയ മനഃശക്തി, ജീവിതത്തിൽ വിജയം, എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനുള്ള വലിയൊരു മനോഭാവം നൽകി ഓരോ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.